പ്രത്യേക തിരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കനത്ത പോളിംഗ്. 20 മണ്ഡലങ്ങളിലും പോളിംഗ് 70% കടന്നപ്പോൾ 81.6% പോൾ ചെയ്ത് കണ്ണൂർ മണ്ഡലം ഏറ്റവും കൂടുതൽ പോൾ രേഖപ്പെടുത്തി. 79.21% പോളിംഗുമായി വയനാട് മണ്ഡലം തൊട്ടു പിന്നാലെ എത്തി. പൊന്നാനിയിലാണ് ഏറ്റവും കുറവ് പോളിംഗ് നടന്നത്. 72.24% പോളിംഗാണ് പൊന്നാനിയിൽ നടന്നത്. രാത്രി 8 മണി വരെയുള്ള ഔദ്യോഗിക കണക്കുകൾ ആണിത്. പലയിടത്തും വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്നും മറ്റും വോട്ടെടുപ്പ് വൈകിയതിനാൽ 8 മണിക്ക് ശേഷവും പോളിംഗ് തുടരുന്നുണ്ട്. അവസാന പോളിംഗ് നിലയിൽ നേരിയ മാറ്റത്തിന് സാധ്യതയും ഉണ്ട്. കാലത്ത് 7 മണിക്ക് ആരംഭിച്ച പോളിംഗ് വൈകിട്ട് 6 മണിക്ക് ഔദ്യോഗികമായി സമാപിച്ചെങ്കിലും പലയിടത്തും വോട്ടർമാരുടെ നിര നീണ്ടുനിന്നതിനാൽ പോളിംഗ് നീളുകയായിരുന്നു. മുന്നണികളും നേതാക്കളും ശുഭാപ്തി വിശ്വാസവും അവകാശവാദങ്ങളും പല രീതിയിൽ ഉന്നയിക്കുന്നുണ്ടെങ്കിലും കേരളത്തിലെ വോട്ടർമാരുടെ മനോഗതി അറിയാൻ അടുത്ത മാസം 23-ന് ഫലപ്രഖ്യാപനം വരെ കാത്തിരിക്കുക തന്നെ വേണ്ടിവരും. ചിലത് തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാണ് വോട്ടർമാർ തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത് എന്ന് പറയാം. കഴിഞ്ഞ തവണ 73.9% പോളിംഗ് നിലയെങ്കിൽ വൈകിട്ട് 7:30 മുമ്പ് തന്നെ ഇക്കുറി 76.3% പോളിംഗ് നടന്നു കഴിഞ്ഞു. അന്തിമ കണക്ക് വരുമ്പോൾ ഇനിയും ഉയർന്നേക്കും. റെക്കോർഡ് പോളിംഗ് ആണ് വയനാട്ടിൽ നടന്നത്. ഇവിടെ 3 നിയമസഭാ മണ്ഡലങ്ങളിലും 80% പോളിംഗ് രേഖപ്പെടുത്തി. പത്തനംതിട്ടയിൽ 8% പോളിംഗ് ഉയർന്നു. തിരുവനന്തപുരത്ത് 4% പോളിംഗ് വർധന. പൊന്നാനി, മലപ്പുറം, മാവേലിക്കര മണ്ഡലങ്ങളിലാണ് പൊതുവെ വോട്ടിംഗ് കുറഞ്ഞത്. വലിയ തോതിലുള്ള ജനവികാരം പോളിംഗിൽ പ്രകടമായിരുന്നു. ഓരോ മണ്ഡലത്തിലും ചർച്ചയായ വിഷയങ്ങൾ വോട്ടർമാർ ഗൗരവത്തോടെ കണ്ടെന്നു തന്നെ പറയണം. പക്ഷേ ഏത് രീതിയിലാണ് അവരതിനെ സമീപിച്ചതെന്ന് മുന്നണി നേതാക്കൾക്ക് പോലും പ്രവചിക്കുക പ്രയാസമാണ്. കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ രാജ്യത്തെ 116 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. എന്നാൽ ബംഗാളിൽ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് ഏറ്റുമുട്ടലിൽ ഒരാൾ മരിക്കുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെ അവിടെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തി. വോട്ടിംഗ് യന്ത്രം വ്യാപകമായ തോതിൽ തകരാറിലായതിനെതിരെ പ്രതിഷേധം ശക്തമാണ്. രാജ്യത്താകമാനം 350-ൽ അധികം വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായെന്ന് SP നേതാവ് അഖിലേഷ് യാദവിനെ പോലുള്ളവർ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. കേരളം ഉൾപ്പെടെ 13 സംസ്ഥാനത്തും 2 കേന്ദ്രഭരണ പ്രദേശത്തുമായി 116 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പാണ് പൂർത്തിയായത്. കേരളത്തിന് പുറമെ ഗുജറാത്തിലും ഗോവയിലും മുഴുവൻ സീറ്റിലും തിരഞ്ഞെടുപ്പ് നടന്നു. കേരളത്തിൽ 20 മണ്ഡലത്തിലും കർണാടകയിലും മഹാരാഷ്ട്രയിലും 14 വീതം മണ്ഡലങ്ങളിലും ഉത്തർപ്രദേശിൽ 10, ഛത്തീസ്ഗഡിൽ 7, ഒഡീഷയിൽ 6, ബീഹാറിലും ബംഗാളിലും 5 വീതം, അസമിൽ 4, ജമ്മു കാശ്മീർ, ത്രിപുര, കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാദർ നഗർ ഹവേലി, ദാമൻ ആൻഡ് ദിയു എന്നിവിടങ്ങളിൽ ഓരോ മണ്ഡലങ്ങളിലേക്കുമാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. തിരഞ്ഞെടുപ്പ് പൂർത്തിയായിടങ്ങളിൽ നിന്ന് വോട്ടിംഗ് മെഷീനുകളും VVPATും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് കനത്ത സുരക്ഷാ സന്നാഹത്തോടെ മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത മാസം 23-ന് നടക്കുന്ന ഫലപ്രഖ്യാപനം വരെ കണക്കുകൂട്ടലും കിഴിക്കലുമായി മുന്നണികളും സ്ഥാനാർത്ഥികളും വോട്ടർമാരും അക്ഷമരായി തന്നെ കാത്തിരിക്കുമെന്ന് പറയാം. രാത്രി 8 മണിക്ക് അവസാന വോട്ടിംഗ് നില ഔദ്യോഗികമായി പുറത്തു വരുമ്പോൾ കേരളത്തിലെ വോട്ടിംഗ് ശതമാനം ഇങ്ങനെയാണ്. ആകെ പോളിംഗ് ശതമാനം 76.9. കാസർഗോട്ട് 77.7% പോളിംഗ് നടന്നു. കണ്ണൂരിൽ 81.6%, വടകര 77.23% പോളിംഗ് നടന്നിട്ടുണ്ട്. വയനാട്ടിൽ 79.21% പോളിംഗ്. കോഴിക്കോട് 76.25, മലപ്പുറം 74.77, പൊന്നാനിയിൽ 72.24, പാലക്കാട് 76.52, ആലത്തൂരിൽ 78.4, തൃശ്ശൂരിൽ 76.4, ചാലക്കുടിയിൽ 78.78, എറണാകുളത്ത് 74.98, ഇടുക്കിയിൽ 75.7, കോട്ടയത്ത് 77.1, ആലപ്പുഴയിൽ 78.68, മാവേലിക്കരയിൽ 73.37, പത്തനംതിട്ടയിൽ 73.25, കൊല്ലത്ത് 73.25, ആറ്റിങ്ങലിൽ 73.58, തിരുവനന്തപുരത്ത് 72.82 എന്നിങ്ങനെയാണ് പോളിംഗ് നില. ന്യൂസ് ഡെസ്ക്, തേജസ് ന്യൂസ്.